പ്രിയപ്പെട്ടവരെ, സ്വാഗതവും പരിചയപ്പെടുത്തലും എന്നെക്കുറിച്ച് വളരെയേറെ എന്നെക്കുറിച്ച് തന്നെയാണോ ഇതൊക്കെ എന്ന് തോന്നിക്കുന്ന രീതിയിലേക്ക് പോലും പോകത്തക്ക രീതിയിൽ രാജു പറയണ്ടായി. അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ട്. എങ്കിലും ഈ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊന്ന് മുക്തനാവാനുള്ളൊരു പ്രശ്നമാണ്. ഞാൻ എന്നെക്കുറിച്ച് തന്നെയാണോ എന്ന് പറഞ്ഞുള്ള പ്രശ്നമാണ്. എന്തായാലും ഈ ഒരു പഞ്ചകന്യകളെക്കുറിച്ചുള്ള ഈ ഒരു അവസരം, ഈ ഒരു ഫെസ്റ്റിവലിൽ താരയെക്കുറിച്ച് സംസാരിക്കണം എന്ന് തന്നെയാണ് അച്ചുവേട്ടൻ ആവശ്യപ്പെട്ടത്. വളരെ സന്തോഷത്തോടു കൂടി കേട്ടപ്പോൾ തന്നെ സന്തോഷമായി. കാരണം താര എന്നൊരു കഥാപാത്രത്തെക്കുറിച്ച് രാമായണത്തിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കഥാപാത്രമാണ് താര. അതുകൊണ്ടത് കേട്ടപ്പോൾ വളരെ സന്തോഷവും തോന്നി. ഇവിടെ ഈ താര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ശ്രീമതി കലാമണ്ഡലം സിന്ധുവാണ്. സിന്ധുവിനെ ഇവിടെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവിടെ നിരവധി അവതരണങ്ങൾ നടത്തിയിട്ടുള്ള ആളായതുകൊണ്ട് ആ അവതരണ ശൈലിയെക്കുറിച്ചോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചോ സംസാരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഈ വാൽമീകി രാമായണത്തിൽ താരയാണ് എനിക്ക് കൂടുതൽ പരിചയം. അതോടൊപ്പം എല്ലാവർക്കും എന്ന പോലെ കൂടിയാട്ടം കാണുന്നവർക്ക് എല്ലാവർക്കും എന്നതുപോലെ ബാലിവധത്തിൽ താരയും നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ പറയണം എന്നാണ് വിചാരിക്കുന്നത്. നേരത്തെ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് മയൂരൻ്റെ ഉദാത്ത രാഘവം എന്ന നാടകത്തിലെ താരയുടെ നിർവഹണമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ അവതരണങ്ങളൊന്നും ഇതിനു മുമ്പ് 2 തവണ 2-3 വേദിയിൽ അത് അവതരിപ്പിച്ചെങ്കിലും അതൊന്നും കാണാൻ സാധ്യത കിട്ടാത്തത് കൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് ഈ ആട്ടപ്രകാരം വായിച്ചതുകൊണ്ട് മാത്രം കടക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് അതിലേക്ക് കടക്കാൻ സാധ്യത കൊണ്ടില്ല തന്നെ. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ കണ്ടിട്ടുള്ള ബാലിവധത്തിലെ താരയും വാൽമീകി രാമായണത്തിലെ താര എന്ന കഥാപാത്രവും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് താര എനിക്ക് പ്രിയപ്പെട്ടതായത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അത് അഹല്യ എന്നതുപോലെ തന്നെ വാൽമീകി രാമായണത്തിലെ സീത എന്ന വലിയ കഥാപാത്രത്തിലേക്ക് നയിക്കുന്ന ആ കഥാപാത്രത്തെ വല്ലാതെ തെളിച്ചെടുക്കുന്ന 2 കഥാപാത്രങ്ങളായിട്ടാണ് അഹല്യയും താരയും എൻ്റെ മനസ്സിലുള്ളത്. അല്ലെങ്കിൽ പലപ്പോഴും വാൽമീകി രാമായണത്തിൽ എന്തിനാണ് താര, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു ബാലി സുഗ്രീവ സംഘർഷം എന്നൊക്കെ പലപ്പോഴും ആലോചിച്ചു പോയിട്ടുണ്ട്. അല്ലാതെ തന്നെ ആ കഥ അങ്ങനെ പോകും. ബാലി സുഗ്രീവ സംഘർഷം ഇല്ലാതെ തന്നെ നമ്മുടെ ഒരു പുതിയ കാലഘട്ടത്തിലെ ആഖ്യാന രീതി അനുസരിച്ച് രാമായണം കഥ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. ഒരു ലീനിയർ നറേഷൻ എന്നുള്ള നിലയ്ക്ക് പോവുകയാണെങ്കിൽ ബാലി സുഗ്രീവ സംഘർഷത്തിൻ്റെ ഒരു സാധ്യത ഇല്ലാതെ തന്നെ വലിയ പരിക്കൊന്നും കൂടാതെ ചിലപ്പോൾ രാമായണം പുലർന്നു പോയി എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തിനാണ് ബാലി സുഗ്രീവ സംഘർഷം, എന്തുകൊണ്ട് താര എന്ന കഥാപാത്രം? അതിനപ്പുറം വേറെ ചില പ്രശ്നങ്ങളുള്ളത്, ലങ്കയിൽ നിന്ന് മടങ്ങുമ്പോൾ, രാവണ നിഗ്രഹത്തിന് ശേഷം ലങ്കയിൽ നിന്ന് പുഷ്പക വിമാനത്തിൽ മടങ്ങുന്ന സമയത്ത് സീത ആവശ്യപ്പെടുന്ന ഒരു കാര്യം, കിഷ്കിന്ധയിൽ നിന്ന് താരയെ കൂടി കൂട്ടണം, അയോധ്യയിലേക്ക് മടങ്ങുമ്പോൾ താരയെ കൂടി ഒപ്പം കൂട്ടണം എന്നുള്ള ഒരു അപേക്ഷയാണ് സീത രാമനോട് പറയുന്നത്. അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് താരയെ സീത കണ്ടിട്ടില്ല. അവർ തമ്മിൽ ഒരു തരത്തിലുള്ള പരസ്പര ബന്ധവുമില്ല തന്നെ. അപ്പോൾ എങ്കിലും താരയെ കൂടി കൊണ്ടുപോകണം എന്ന് വളരെ പ്രധാനമായിട്ട് സീത ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ട് എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ട്. എന്ന് മാത്രമല്ല, ഒരു സ്ത്രീ
എന്ന ഒരവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ താരയെപ്പോലെ ഒരു സ്ത്രീ ഒരു ഇതിഹാസ കഥയ്ക്കകത്ത് തീർച്ചയായിട്ടും സീത അല്ലെങ്കിൽ ദ്രൗപദി അല്ലെങ്കിൽ കുന്തി ഇതുപോലെയൊക്കെ അനുഭവിച്ചിട്ടുള്ള ആകുലതകളെക്കുറിച്ച് നമുക്കറിയാം. പക്ഷെ താര ഒരു ഘട്ടത്തിനുള്ളിൽ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നുള്ള വാക്ക് ഉപയോഗിക്കാമോ എന്ന് എനിക്കറിയില്ല. ബാലിയുടെ പത്നിയായിട്ട് ആരംഭിക്കുകയും ബാലിയിൽ നിന്ന് സുഗ്രീവനിലേക്കും, സുഗ്രീവനിൽ നിന്ന് വീണ്ടും ബാലിയിലേക്കും, വീണ്ടും ബാലിയിൽ നിന്ന് സുഗ്രീവനിലേക്കും ഈ തരത്തിലുള്ള ഒരു കടന്നുപോകൽ ഒരു സ്ത്രീക്ക് ആ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ എങ്ങനെയാണ് സഹിക്കാൻ കഴിയുക, എങ്ങനെയാണ് താര ആ ഒരു സന്ദർഭത്തെ നേരിട്ടിട്ടുണ്ടാവുക എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുള്ള സഹോദരന്മാരാണ് പരസ്പരം കൊല്ലുകയും കൊല്ലാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. അവരുടെ ഇടയിലൂടെ പരസ്പരം ഇങ്ങനെ കൈമാറ്റം മാറി മാറി പോകേണ്ടി വരുന്ന ഒരു ജീവിതം, ആ ജീവിതത്തിൻ്റെ ആകുലതകൾ അത് എത്രമാത്രമായിരിക്കാം എന്നുള്ള ഒരു ചിന്ത താരയെക്കുറിച്ചുള്ള ഒരു കാര്യത്തിലുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ടാണ് ഒരു പക്ഷേ താര എനിക്ക് പ്രധാനമാകുന്നത്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാനിതിന് ഈ വിഷയത്തിലേക്ക് കടക്കാം. അഹല്യയെക്കുറിച്ച് ഇന്നലെ നമ്മൾ അഹല്യയെ കണ്ടു. വാൽമീകി രാമായണത്തിൽ അഹല്യ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു പ്രാധാന്യം ഞാൻ വിചാരിക്കുന്നത് മിഥിലയിലേക്ക് കടക്കുന്ന രാമൻ്റെ വഴി തുറന്നു കൊടുക്കുന്ന ഒരു കഥാസന്ദർഭമാണ് അഹല്യയുടെ കഥാസന്ദർഭം. വിശ്വാമിത്രനോടൊപ്പമുള്ള യാത്രയിൽ ഈ യാഗരക്ഷയും അത്തരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ജനകരാജധാനിയിലുള്ള ആ ഒരു ശാപം അത് കാണാനായിട്ട് പോകാം എന്ന് പറയുമ്പോൾ ആ രാജധാനിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള പ്രധാനപ്പെട്ട കഥാസന്ദർഭം എന്ന് പറയുന്നത് അഹല്യ എന്ന കഥാസന്ദർഭമാണ്. അഹല്യ വിമോചനം എന്ന് ഇന്നലെ നമ്മൾ കണ്ട ആ കഥാസന്ദർഭമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗൗതമ ശാപത്താൽ അദൃശ്യയായി പതിച്ചിരുന്ന ഒരു സ്ത്രീസത്വത്തെ ഉണർത്തിയെടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ ജോലി നിർവഹിച്ചുകൊണ്ടാണ് രാമൻ ജനകരാജധാനിയിലേക്ക് പ്രവേശിക്കുന്നത്. ആ സ്ത്രീസത്തയെ ഉണർത്തിയെടുക്കുക എന്ന് പറയുന്നതിലൂടെ രാമൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സജ്ജമാകുന്ന ഒരു സീതയെ അവിടെ നമ്മൾ കാണുകയും ചെയ്യുന്നു. അപ്പോൾ സീതയെ രാമൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു വാതായനമായിട്ട്, ആ വാതിലുകൾ തുറന്നിടുന്ന ഒരു ഘടകമായിട്ട് അഹല്യ പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇത് വിശ്വാമിത്രനോടൊപ്പം ഈ വെളിച്ചം കുറച്ച് അധികമാവുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. അതാണൊരു ഈ വെളിച്ചം ഒന്ന് അത് മതി. തീർച്ചയായിട്ടും എല്ലാവരും മുഖം കാണുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനൊരു പതറിപ്പോയിരുന്നത് കൊണ്ടാണ്. തീർച്ചയായിട്ടും സീതയിലേക്കുള്ള വാതിലുകൾ തുറന്നിടുന്ന ഒരു കഥാസന്ദർഭമായിട്ടാണ് അഹല്യ മോക്ഷം അഥവാ അഹല്യ വിമോചനം എന്ന് പറയുന്ന കഥാസന്ദർഭം വാൽമീകി രാമായണത്തിൽ പ്രവർത്തിക്കുന്നത് എങ്കിൽ, പിന്നീടുള്ള യാത്രയിൽ രാമനും സീതയും ഒന്നിച്ചുള്ള യാത്രയ്ക്കിടയിൽ എവിടെയോ വെച്ച് സീതയെ നഷ്ടമാവുകയും പിന്നീട് അയോധ്യയിലെ ധാർമ്മിക പദ്ധതിയിലേക്ക് രാമൻ്റെ ഒരു മടക്കമുണ്ടാകുന്നൊരു സന്ദർഭമുണ്ട്. അത് വാലി സുഗ്രീവ സംഘർഷത്തിൻ്റെ ആ ഒരു സന്ദർഭമാണ്. ബാലിയെ വധിക്കുവാൻ വേണ്ടി രാമൻ കണ്ടെടുക്കുന്ന കാരണങ്ങൾ അതൊരു പക്ഷേ ഇന്നേ വരെ ആരുടെ യുക്തിയുടെ മുമ്പിലും സാധൂകരിക്കാൻ കഴിയാത്ത ചില കാരണങ്ങളാണ് അവിടെ വയ്ക്കുന്നത്. അത് അയോധ്യയുടെ ഒരു ധാർമ്മിക പദ്ധതിയുടെ ബലത്തിലാണത് രാമൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. സുഗ്രീവനെ പുറത്താക്കിയതിന് ശേഷം സുഗ്രീവ പത്നിയായിട്ടുള്ള രുമയെ തൻ്റെ പത്നിയായിട്ട് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഒരു കാരണം പറയുന്നത്. രണ്ടാമത്തെ കാരണം, രാജാക്കന്മാർ എന്നുള്ള നിലയ്ക്ക് മൃഗയാവിനോദത്തിന് ഞങ്ങൾക്ക് സാധ്യതകളുണ്ട്. ഏത് മൃഗത്തെ വേണമെങ്കിലും വലവെച്ച് പിടിക്കാനും കൊല്ലാനുമുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഭരത എന്ന വലിയ രാജാവിൻ്റെ ആജ്ഞയനുസരിച്ച്
ധർമ്മത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ നിഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബാലിയെ ഒളിയുദ്ധത്തിലൂടെ വധിക്കുന്നത് എന്നാണ് രാമൻ ബാലിയോട് പറയുന്ന ഒരു കാരണം. അപ്പോൾ എത്രത്തോളം അയോധ്യയുടെ ധർമ്മപദ്ധതിയിലേക്ക് ആ ഒരു സന്ദർഭമാകുമ്പോഴേക്ക് രാമൻ നടന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സീതയുടെ അഭാവത്തിൽ, സീത രാമനിൽ നിന്ന് വിട്ടുപോയതിന് ശേഷം അയോധ്യയുടെ ആ അധികാര ധർമ്മ പദ്ധതിയിലേക്ക് നടന്നു തുടങ്ങിയിരിക്കുന്ന ഒരു രാമനെ, ആ രാമൻ അതിൻ്റെ ഏറ്റവും അടുത്ത അതിൻ്റെ ഒരു എന്തായാലും പറയുക, ഒരു ഘട്ടത്തിൽ ബാലിയെ വധിക്കുന്ന ഒരു സന്ദർഭം വരെ എത്തുകയും ആ സന്ദർഭത്തിലാണ് സീതയുടെ പ്രവേശം സംഭവിക്കുന്നത്. അതിന് തൊട്ടു മുമ്പ് തന്നെ കൂടിയാട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ദോഷം താരയിൽ ആരോപിക്കപ്പെടുന്നുണ്ട്. താര രസവിച്ഛിത്തി സംഭവിക്കുന്നു താരയുടെ പ്രവേശത്തിലൂടെ എന്ന് പറയാറുണ്ട്. സുഗ്രീവൻ്റെ പോർവിളി കേട്ടിട്ട് സുഗ്രീവനെ വധിക്കാനായിട്ട് പോകുന്ന ബാലി രണ്ടാമത്തെ തവണ, ആദ്യ യുദ്ധത്തിൽ സുഗ്രീവൻ പരാജയപ്പെടുന്നു. രണ്ടാമത് വീണ്ടും സുഗ്രീവൻ വന്ന് പോരിന് വിളിക്കുന്ന സമയത്ത് ഉദ്ധതനായിട്ട് പുറപ്പെടുന്ന ബാലി, ആ സമയത്ത് ശോകാതുരയായി വന്ന് ബാലിയെ തടയാൻ ശ്രമിക്കുന്ന താര. ആ സന്ദർഭത്തിലാണ് രസവിച്ഛിത്തി എന്ന ദോഷം താരയിൽ ആരോപിക്കപ്പെടുന്നത്. ആ പടയ്ക്ക് പുറപ്പെടുന്ന ഉദ്ധതനായിട്ടുള്ള ക്രോധവാനായിട്ടുള്ള ബാലിയെ ശോകാതുരയായി വന്ന് തടയുന്നതിലൂടെ ആ ഒരു രസത്തിന് വിച്ഛേദം വരുന്നു, അല്ലെങ്കിൽ വിച്ഛിത്തി വരുന്നു എന്ന ഒരാരോപണം പൊതുവെ നിലവിലുണ്ട്. ആ സന്ദർഭമാണ് ഒരു പക്ഷേ എന്നെ വല്ലാതെ താരയിലേക്ക് അടുപ്പിച്ചിട്ടുള്ളത്. കാരണം ആ ഒരു വൈകാരികമായ ആവേഗത്തിൻ്റെ ആ ഒരു പ്രവാഹത്തിനിടയിൽ ആ ഒരു പ്രവാഹത്തെ അല്ലെങ്കിൽ ആ ഒരു ഒഴുക്കിനെ മുറിച്ചുകൊണ്ട് അവിടേക്ക് കടന്നു വരുന്ന താര എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ശരീരമുണ്ട്, ആ ഒരു സ്ത്രീയുണ്ട്. വിച്ഛേദങ്ങളുടെ അല്ലെ വിച്ഛിത്തികളുടെ ഒരു ശരീരമാണ് സ്ത്രീ ശരീരം എന്ന് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഒരുപക്ഷെ കൂടിയാട്ടം എന്ന് പറയുന്ന കലാരൂപവും നിരന്തരമായ വിച്ഛേദങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ഒരു കലാരൂപമായിട്ടാണ് ഞാൻ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ളത് എപ്പോഴും. കാരണം ഓരോ മുദ്രകളുടെയും ആ വ്യക്തിത്വം, ഓരോ മുദ്രയ്ക്കും ഒരു തുടക്കവും ഒരു വികാസവും അതിനൊരു ഒടുക്കവുമുണ്ട്. ആ ഒടുക്കം നിലവിളക്കിൻ്റെ നാളത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് അടുത്ത മുദ്രയിലേക്ക് പോകുന്നത് എന്ന് ആചാര്യന്മാർ പറയും. അപ്പോൾ സംഭവിക്കുന്ന വളരെ സൂക്ഷ്മമായിട്ടുള്ള നിരന്തരമായിട്ട് സംഭവിക്കുന്ന വിച്ഛേദങ്ങളിലൂടെ രൂപപ്പെടുന്ന ഒരു കലാരൂപമായിട്ടാണ് കൂടിയാട്ടത്തെ ഞാൻ നോക്കിക്കാണാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ആ നൈമിഷികമായ വിച്ഛേദങ്ങളിലൂടെ ഓരോ നിമിഷാർത്ഥത്തിലും നടൻ്റെ പ്രവേശം ഈ കഥാപാത്ര സ്വത്വത്തിലേക്ക് ഉണ്ടാവുകയും ഈ നടശരീരവും കഥാപാത്ര ശരീരവും തമ്മിലുള്ള ഒരു സംഘർഷത്തെ കൃത്യമായിട്ട് സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു സാധ്യത ഈ കൂടിയാട്ടം എന്ന ഒരു കലാരൂപത്തിലുണ്ടാകുന്നു. അതിൻ്റെ ഒരു പാരമ്യമായിട്ടാണ് ആ വിച്ഛത്തികളുടെ ഒരു സാധ്യത, അതിൻ്റെ ആ ഒരു വികാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഒരു വൈകാരികമായ വല്ലാത്ത ഒരു ഘട്ടം എത്തുമ്പോഴേക്കും താര അതിനെ മുറിച്ചുകൊണ്ട് ആ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. ഇത് മാത്രമല്ല, അയോധ്യയുടെ ധാർമ്മിക പദ്ധതിയിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞു, അയോധ്യയുടെ ധാർമ്മിക പദ്ധതിയിലേക്ക് നേരത്തെ തന്നെ പ്രവേശിച്ചു കഴിഞ്ഞിരുന്ന രാമനെ വീണ്ടും സീതയിലേക്ക്, അല്ലെങ്കിൽ രാമൻ്റെ ഉള്ളിൽ മങ്ങിത്തുടങ്ങിയിരുന്ന സീതാബിംബത്തിനെ ഒന്ന് തെളിച്ചെടുക്കുന്ന ആ ഒരു പ്രക്രിയ, അത് തീർച്ചയായിട്ടും ബാലിയുടെ മരണവും ആ ബാലിയുടെ മരണത്തിൻ്റെ അവസാനം താരയുടെ പ്രവേശവും ആ താരയുടെ വിലാപവും, ആ താരയുടെ വിലാപത്തിലൂടെ വീണ്ടും സീതയിലേക്ക് നയിക്കപ്പെടുന്ന ആ സന്ദർഭം വരെ അയോധ്യയുടെ ധാർമ്മിക പദ്ധതിയിലേക്ക് സീത എന്ന പോലെ സ്വാതന്ത്ര്യത്തിൻ്റെയും അതുപോലെ പ്രണയത്തിൻ്റെയും ഒരു ബിംബമായിട്ട് രാമനോടൊപ്പം സീതയുണ്ടെങ്കിൽ, മറുഭാഗത്ത് അയോധ്യയുടെ നീണ്ടുവരുന്ന ഒരു ധാർമ്മിക പദ്ധതിയുടെ ഒരു പാശമായിട്ട് ലക്ഷ്മണൻ രാമനോടൊപ്പമുണ്ട്. ഒരു ഘട്ടത്തിലും എല്ലാവരും രാമലക്ഷ്മണന്മാരുടെ സഹോദര ബന്ധത്തെക്കുറിച്ചും അഗാധതയെക്കുറിച്ചൊക്കെ പറയാറുണ്ടെങ്കിലും ഒരു ഘട്ടത്തിലും രാമൻ്റെ സ്വാതന്ത്ര്യവാഞ്ഛയുടെ സഹകാരിയായിട്ട് ലക്ഷ്മണൻ മാറുന്നില്ല എന്ന് പറയേണ്ടി വരും. എല്ലാ നിമിഷത്തിലും, സാധ്യതയുള്ള എല്ലാ നിമിഷത്തിലും ലക്ഷ്മണൻ നിരന്തരമായിട്ട് രാമനെ അയോധ്യയുടെ പിന്നീട് സ്ഥാപിക്കാൻ
രാമൻ ശ്രമിക്കുന്ന രാമരാജ്യത്തിൻ്റെ ഒരു ധാർമ്മിക പദ്ധതിയുടെ അതിലേക്ക് വലിച്ചുകൊണ്ട് രാമനോടൊപ്പം പ്രവർത്തിക്കുന്ന ലക്ഷ്മണനെ നിരസിച്ചുകൊണ്ടാണ് എപ്പോഴും സീത രാമനെ സ്വാതന്ത്ര്യത്തിലേക്ക് ചിത്രകൂടത്തിലേക്ക് എത്തുമ്പോഴേക്ക് ചിത്രകൂടത്തിൻ്റെ താമസ സമയത്ത് പറയുന്ന ഭാഗമുണ്ട്. ഒരുപക്ഷെ രാമൻ പറയുന്നത്, ഇനി ഇവിടെ നിന്ന് മാറിപ്പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്നേക്കുമായൊരു ചിത്രകൂടത്തിൽ തന്നെ താമസിക്കുവാനും ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അടിത്തട്ടിൽ ശേഷമുള്ള ജീവിതം നയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് രാമൻ പറയുന്നുണ്ട്. ആ ചിത്രകൂടത്തിലേക്കാണ് പിന്നീട് ഭരത സേനാധിപന്മാരും ഒക്കെ കൂടി ചേർന്ന് അധികാരത്തിൻ്റെ ഒരു രാജവീഥി. ഭരതൻ ചിത്രകൂടത്തിലേക്ക് വരികയല്ല ചെയ്യുന്നത്. അയോധ്യയിൽ നിന്ന് ചിത്രകൂടത്തിലേക്ക് വെട്ടിത്തെളിച്ച് കൊണ്ടുവരുന്ന ഒരു വലിയ രാജധാനിയുണ്ട്. നമ്മളിപ്പോൾ പലഭാഗത്തും കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ രാജധാനി, അത് വലിയ ഒരു യാത്രാപഥം വെട്ടിത്തെളിച്ച് വലിയൊരു സൈന്യത്തോടൊപ്പമാണ് ചിത്രകൂടത്തിലേക്ക് ഭരതൻ എത്തുന്നത്. അയോധ്യയുടെ അധികാരത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു പദ്ധതിയെ രാമനിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ചിത്രകൂടത്തിൽ നിന്ന് രാമനും സീതയ്ക്കുമൊക്കെ ഒഴിഞ്ഞു പോകേണ്ടി വരുന്നത്. പിന്നീട് കിഷ്കിന്ധയിലാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു അധികാര സാധ്യത രാമനെ വീണ്ടും വേട്ടയാടുന്നത് എന്ന് പറയേണ്ടി വരും. ആ ഒരു അധികാരത്തിൻ്റെ ആ ഒരു ധാർമ്മിക പദ്ധതിയിലേക്കുള്ള വഴിതെറ്റലിനെ പ്രതിരോധിച്ചുകൊണ്ട് രാമനിലേക്ക് വീണ്ടും സീതയുടെ ഉദയത്തെ അത് സൂക്ഷ്മമായിട്ട് സ്ഥാപിക്കുക എന്നുള്ള ഒരു വലിയ കർമ്മം സാധ്യമാക്കുന്നത് താരയാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. ഈ വളരെ സമീപകാലത്ത് മരിച്ചുപോയ ഒരു കവി PR ഗോപിനാഥൻ നായർ എന്ന് പറയുന്ന ഒരു കവി, അദ്ദേഹം പഞ്ചകന്യകളെ കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ പഞ്ചകന്യകളെല്ലാവരും വരുന്നുണ്ട്. അതിൽ താരയെക്കുറിച്ചുള്ള ഭാഗം അദ്ദേഹം അവസാനിപ്പിക്കുന്നത്, ആ വരികൾ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, എങ്കിലും തൻ്റെ മക്കളുടെ രക്ഷയ്ക്കായിട്ട് ഈ പറഞ്ഞ പോലെ പല പല മനുഷ്യരിലൂടെ ഉള്ള സഞ്ചാരത്തെ ഏറ്റെടുക്കേണ്ടി വരുന്നു. ഈ ഒരു ആകുലതകൾക്കിടയിലും പീഡാനിർഭരമായിട്ടുള്ള ഈ ഒരു സാധ്യതയെ ഏറ്റെടുക്കേണ്ടി വരികയും എങ്കിലും കന്യകയായി തന്നെ അവശേഷിക്കുകയും ചെയ്യേണ്ടി വരുന്ന സ്ത്രീയേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ആ കവിത അവസാനിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന ഇതിലേക്ക് ഞാൻ വീണ്ടും ബാലിവധത്തിൻ്റെ ഒരു ഭാഗത്ത് ഈ രസവിച്ഛിത്തിയിലൂടെയാണ് താര അരങ്ങിലേക്ക് എത്തുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ താര ബാലിയെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ പ്രതിരോധം വിഫലമാവുകയാണ് ചെയ്യുന്നത്. ഇത് രാമായണത്തിൻ്റെ ഒരു നൈരന്തര്യമാണെന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. സ്ത്രീകൾ നിരന്തരമായിട്ട് പരാജയപ്പെടുന്ന ഒരു സാധ്യതയാണ് നമ്മൾ പൊതുവെ രാമായണത്തിൻ്റെയും ഇതിഹാസങ്ങളുടെ പൊതുവെയുള്ള ചലനക്രമത്തിൽ നമ്മൾ കാണുന്നത്. പരാജയപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മൾ വീണ്ടും ആലോചിക്കേണ്ടതായിട്ടുണ്ട്. സീത നിരന്തരമായിട്ട്, ഞാൻ ഒരുപക്ഷെ ഇവിടെ വെച്ചുള്ള ഒരു സംസാരത്തിൽ അത് സൂചിപ്പിച്ചതാണ്, രാമനെ നിരന്തരമായിട്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് രാമനോടൊപ്പം സീത നടക്കുന്നത്. തുടക്കം മുതൽ തന്നെ, ആദ്യത്തെ സംസാരം മുതൽ തന്നെ, സീതയുടെ രാമായണത്തിലെ ആദ്യ സംഭാഷണം മുതൽ തന്നെ രാമനെ നിഷേധിച്ചുകൊണ്ടും രാമൻ പറയുന്നതിനെ വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടുമാണ് ഒരു പക്ഷേ സീത രാമനോടൊപ്പം പോകുന്നത്. പക്ഷെ വളരെ നിശബ്ദമായിട്ടും വളരെ സൗമ്യമായിട്ടുമുള്ള പ്രതിരോധങ്ങളാണ് സീത ഉയർത്തുന്നത്. ഒരിക്കൽ പോലും ഉച്ചസ്ഥായിയിലുള്ള ഒരു ശബ്ദം സീതയിൽ നിന്ന് പുറപ്പെടുന്നില്ല. വളരെ ശാന്തമായും സൗമ്യമായുമുള്ള ശബ്ദത്തിൽ നിരന്തരമായ ആ പ്രതിഷേധം അവസാനം തലയൊന്ന് ഉയർത്തി രാമനെ നോക്കി നിജദേഹം വെടിഞ്ഞാൾ സതി എന്ന് പറയുന്ന ആ ഭാഗം വരെ, അവസാനം പോലും രാമൻ പറയുന്നതിനെ നിഷേധിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് മറയുന്ന സീതയെയാണ് നാം കാണുന്നത്. ഇവിടെയും താര ഉയർത്തുന്ന ആ പ്രതിരോധം, താര ബാലിയെ തടയാൻ ശ്രമിക്കുന്ന ആ പ്രതിരോധം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ബാലി സുഗ്രീവനോട് പറയുന്നുണ്ട്, താര പറയുന്നതിനെ ഒരിക്കലും
നിഷേധിക്കരുത്. സുഗ്രീവന് കൊടുക്കുന്ന ഒരേ ഒരു ഉപദേശം അതാണ്. താര പറയുന്നതിനെ ഒരിക്കലും നിഷേധിക്കരുത്. താര പറയുന്നതാണ് എപ്പോഴും ശരി. ഈ വാക്കുകളോടെയാണ് താരയെ ബാലി സുഗ്രീവനെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഈ പ്രതിരോധങ്ങൾ വളരെ നിശബ്ദവും സൗമ്യവുമാണെങ്കിലും ഒരിക്കലും വിട്ടുകൊടുക്കാതെയും ഒരിക്കലും ആ നിലപാടുകളിൽ നിന്ന് മാറാതെയും പോകുന്ന ഒരു സ്ത്രീ സമൂഹത്തെയാണ് വാൽമീകി രാമായണത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. അത് തുടക്കം മുതൽ തന്നെ, അത് താടക മുതൽ മണ്ഡോദരി വരെയുള്ള എല്ലാ സ്ത്രീ സ്വത്വങ്ങളിലും അവർ മുന്നോട്ട് വയ്ക്കുന്ന ആ നിലപാടുകളെ കർക്കശമായും കണിശമായും കാത്തു സൂക്ഷിക്കുകയും അതിൻ്റെ പരാജയങ്ങൾ പലപ്പോഴും വളരെ സൗമ്യമായിട്ടായിരിക്കും. രാവണൻ്റെ മുമ്പിൽ ഒരു പുൽക്കൊടി മുന്നോട്ടിടുന്ന സീതയെ നമുക്കറിയാം, പുൽക്കൊടി മുന്നോട്ടിട്ടിട്ട് സംസാരിച്ചു തുടങ്ങുന്ന സീതയെ നമുക്കറിയാം. ആ തരത്തിൽ വളരെ ദുർബലമെന്ന് നമുക്ക് തോന്നാവുന്നതും വളരെ സൗമ്യവും നിശബ്ദതയുടെ വക്കോളം എത്തുന്നതുമായിട്ടുള്ള പ്രതിരോധങ്ങളാണെങ്കിലും അവയെ വിടാതെ മുറുകെ സൂക്ഷിച്ചുകൊണ്ട് പോകുന്ന സ്ത്രീ സ്വത്വങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ രാമൻ്റെ യാത്രകളിൽ എല്ലാ വളവുകളിലും തിരിവുകളിലും സീതയിലേക്ക് നിശബ്ദമായി സീതയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഓരോ സ്ത്രീ സാന്നിധ്യങ്ങളെ നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും അവർ സംസാരിക്കുന്നുണ്ടാവില്ല, സീതയിലേക്ക് ഇങ്ങനെയാണ് എത്താവുന്നതെന്ന് അവർ പറയുന്നുണ്ടാവില്ല. പക്ഷേ ഓരോ വളവിലും തിരിവിലും സീതയിലേക്കുള്ള മാർഗത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഓരോ സ്ത്രീ സാന്നിധ്യങ്ങളെ, അവസാനം ലങ്കയിലേക്ക് ഹനുമാൻ പ്രവേശിക്കുമ്പോൾ ലങ്കാലക്ഷ്മിയെ വരെ ഉള്ള ആ വഴിയിലത്രയും സീതയിലേക്ക് രാമനെയും രാമൻ്റെ ദൂതന്മാരെയും നയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ത്രീ സാന്നിധ്യങ്ങളെ നമുക്ക് കാണാൻ കഴിയും. എപ്പോഴൊക്കെ സീതയുടെ സാന്നിധ്യം രാമൻ്റെ ഉള്ളിൽ മാഞ്ഞു മറയാൻ തുടങ്ങുന്നു, അപ്പോൾ താരയെപ്പോലെ ഒരാൾ വന്ന് അതിനെ വീണ്ടും ഉണർത്തിയെടുക്കുകയും തെളിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ സംഭവിക്കുന്നുണ്ട് എന്ന് കാണേണ്ടതുണ്ട്. ഇവിടെ ബാലിയുടെ മരണം സംഭവിച്ചു കഴിയുമ്പോൾ താര രാമനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെയും കൊന്നുകൊള്ളൂ. രാമനോടാണ്, നിങ്ങൾ എന്നെയും കൊന്നുകൊള്ളൂ, ഞാൻ ഈ ബാലിയുടെ ആത്മാവ് തന്നെയായിരുന്നു, ആത്മാവ് ഇവൾ എന്നാണ് പറയുന്നത്, അതുകൊണ്ട് എന്നെ കൊന്നുകൊള്ളൂ, സ്ത്രീഹത്യ എന്നൊരു പാപം ഞങ്ങൾക്കുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ഇത് ബാലിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു അകം ശരീരമായിട്ട്, ഒരു ആത്മാവായിട്ട് ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ ഒരു ബോധ്യത്തിലേക്കാണ് ഒരുപക്ഷെ ഈ ഒരു വാചകം, ഈ ഒരു വർത്തമാനം രാമനെ ഉണർത്തിയെടുക്കുന്നത് എന്ന് വേണം വിചാരിക്കാൻ. അതുകൊണ്ട് തന്നെ സീതയിലേക്ക് അതിൻ്റെ അടുത്ത നിമിഷം മുതൽ സീതയെക്കുറിച്ച് വീണ്ടും ഈ ബാലി സുഗ്രീവ സംഘർഷത്തിൻ്റെ ആ യുദ്ധസമാനമായിട്ടുള്ള ആ ഒരു സംഘർഷത്തിൻ്റെ ധാർമ്മിക പദ്ധതിയിലേക്ക് വഴിതെറ്റിപ്പോയിരുന്ന രാമൻ തിരികെ എത്തുന്നത് ഈ ഒരു ആത്മാവിനെക്കുറിച്ചുള്ള, ബാലിയുടെ ആത്മാവ് തന്നെയായിരുന്നു ഞാൻ. ആത്മാവ് എന്ന് പറയുന്നത് ഒരു കേവല സ്വത്വമായിട്ടല്ല അവിടെ പ്രവർത്തിക്കുന്നത്, അതൊരു മൂർത്ത ശരീരമായിട്ട്, ബാലിയുടെ തന്നെ ഒരു മൂർത്ത ശരീരമായിട്ട് ഞാനിതാ പുറത്ത് നിൽക്കുകയാണ്. രണ്ട് ശരീരങ്ങൾ ആണെങ്കിലും ബാലിയുടെ തന്നെ ഒരകം ശരീരത്തിൻ്റെ ബാലിക്ക് പുറത്തുള്ള ഒരു സാന്നിധ്യമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ഒരു സൂചനയിലൂടെ വീണ്ടും രാമനെ സീതയിലേക്ക് ഉണർത്തിയെടുക്കുക എന്ന് പറയുന്നൊരു സംഭവം അവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. എന്ന് മാത്രമല്ല, ഇത് രാമനെ തൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ആത്മാവിനെ വീണ്ടും നിരീക്ഷിക്കാനും അതിനെ രാമൻ്റെ പുറത്തേക്ക് മാറ്റി നിർത്തി കാണാനുമുള്ള ഒരു സാധ്യതയിലേക്ക് കൂടി നയിക്കുന്നുണ്ട്. രാമന് മുമ്പുണ്ടായിരുന്ന ശോക ഭാഗങ്ങളെക്കുറിച്ചുള്ള വിവരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ പ്രസ്രവണ ഗുഹയിൽ അവർ താമസിക്കുമ്പോൾ ഉള്ള രാമൻ്റെ ശോകത്തെക്കുറിച്ചുള്ള വാൽമീകി രാമായണത്തിലെ വിവരണങ്ങൾ. ഇത് രാമൻ്റെ ഉള്ളിലുള്ള ശോകത്തെക്കുറിച്ച് പറയുന്നതിൽ നിന്ന് രാമന് പുറത്തുള്ള വസ്തുക്കളിലേക്ക്, രാമന് പുറത്തുള്ള മൃഗങ്ങളിലേക്കും പക്ഷിമൃഗാദികളിലേക്കും മരങ്ങളിലേക്കും ഒക്കെ രാമശോകത്തെ സമർപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് പിന്നീട് വരുന്ന വിശദീകരണങ്ങൾ സംഭവിക്കുന്നത്. മൂർത്തമായിട്ട് പുറത്ത് നമുക്ക് കാണാവുന്ന തരത്തിൽ ഒരു രാമൻ്റെ ഉള്ളിലുള്ള സീതയെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന
ഒരു രീതിയിലേക്കാണ് പിന്നീട് വരുന്ന ഭാഗങ്ങൾ വിശദീകരിക്കപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഒരു തൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ശരീരത്തെ പുറത്തെടുത്ത് വെച്ച് തന്നെ കാണാനും തനിക്ക് കാണാനുമായിട്ട് സമർപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് വാൽമീകി രാമായണത്തിൻ്റെ ആഖ്യാന ഘടന രാമശോകത്തെ കാണുന്നുണ്ട് എന്ന് പറയേണ്ടതായിട്ട് വരും. ഇത് വാൽമീകി രാമായണത്തിൻ്റെ ആഖ്യാന സ്വരൂപത്തിൽ ആദ്യം മുതൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ്. ഞാനത് ഒരുപക്ഷെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടോ എന്നെനിക്കൊരു സംശയം, ഒരു ആവർത്തന വിരസത വന്നേക്കാമെങ്കിലും രാമൻ തൻ്റെ യാത്രകളെല്ലാം തൻ്റെ ശരീരത്തിൽ നിന്ന് ഊരിയെറിഞ്ഞതിന് ശേഷം രാമരാജ്യം സ്ഥാപിച്ച് അവിടെ അധികാരത്തിൻ്റെ ഒരു മൂർത്ത സ്വരൂപമായിട്ട് അവിടെ വാണിരുന്ന സമയത്താണ് തൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഊരിയപ്പെട്ട ആ സഞ്ചാരങ്ങൾ സീതയോടൊപ്പം വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് കൂട്ടുപോയ ആ സഞ്ചാരങ്ങൾ കുശലവന്മാരുടെ രൂപത്തിൽ അയോധ്യയിലേക്ക് തിരികെ എത്തുന്നത്. വാൽമീകി രാമായണ രചന, രാമൻ്റെ യാത്രകളുടെ രചന അതാദ്യമായിട്ട് ചൊല്ലുന്നത് കുശലവന്മാരാണ്. അത് രാമൻ്റെ മുൻപിൽ തന്നെയാണ്. രാമൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് രാമൻ്റെ യാത്രകളുടെ കഥ രാമനോട് പാടിക്കേൽപ്പിക്കുന്ന രാമൻ്റെ തൻ്റെ അംശങ്ങളായിട്ടുള്ള കുശലവന്മാർ എന്ന് പറയുന്ന ആ ഒരു ആഖ്യാന തന്ത്രം അത് വാൽമീകി രാമായണത്തിൽ ആദ്യാവസാനം പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഇടയ്ക്ക് ഈ രാമൻ്റെ ഉള്ളിലേക്ക് വീണ്ടും ഇതിനെ തിളക്കിയെടുക്കുന്നത് ഒരു പക്ഷേ ഈ താരയുടെ പ്രവേശത്തിൽ സംഭവിക്കുന്ന ആ ഒരു വിച്ഛത്തിയിലൂടെയും അതിനുശേഷം സംഭവിക്കുന്ന താരയുടെ വിലാപത്തിലൂടെയും ആണ് എന്ന് എനിക്ക് തോന്നുന്നു. താരയുടെ വിലാപം വാൽമീകി രാമായണത്തിൽ ഏതാണ്ട് 3 സർഗങ്ങളോളം നീളത്തിലാണ് നീണ്ടുകിടക്കുന്നത്. അത്രത്തോളം പ്രധാനമായിട്ടാണ് വാൽമീകി താരയുടെ വിലാപത്തെ അതിൽ വിവരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു. അത്ര ലളിതമായ ഒരു കാര്യമായിട്ടല്ല എന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ വാൽമീകി രാമായണത്തിൻ്റെ ആഖ്യാന രീതിയും കൂടിയാട്ടത്തിൻ്റെ അവതരണ രീതിയും തമ്മിലുള്ള ചില സാമ്യങ്ങളിലേക്ക് കൂടി കഴിഞ്ഞ ദിവസം ഞാൻ അഹല്യയുടെ ഇന്നലത്തെ അവതരണം കണ്ട സമയത്ത് ആലോചിക്കാൻ തോന്നിയ ഒരു കാര്യമാണ്. അഹല്യ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് വളരെ ഉച്ചസ്ഥായിയിലുള്ള ചോദ്യങ്ങളൊന്നും അഹല്യ ചോദിക്കുന്നില്ല. തീർച്ചയായിട്ടും വലിയ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ പഞ്ചകന്യകളുടെ നമ്മുടെ കാലത്തെ ഒരു ചിട്ടപ്പെടുത്തലിനെ മുൻപിൽ നമ്മളിരിക്കുന്നത്. വളരെ വാചാലമായിട്ടുള്ള ചോദ്യങ്ങൾ അടുത്ത കാലത്ത് നമ്മൾ വായിച്ചിട്ടുള്ള ചില കൃതികളിലൊക്കെ കാണുന്നത് പോലെ ഒരേ പാപം ചെയ്ത ദേവേന്ദ്രനും തനിക്കും എന്തുകൊണ്ട് ഒരേ ശിക്ഷ കിട്ടുന്നില്ല എന്നതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ പലപ്പോഴും ചോദിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്നലെ ശ്രീമതി ഉഷാ നങ്ങിയാരുടെ ചിട്ടപ്പെടുത്തൽ നമ്മൾ കണ്ടത് വളരെ താഴ്ന്ന സ്ഥായിയിൽ വളരെ സൗമ്യമായും ശാന്തമായും എന്ന രീതിയിൽ പോകുന്ന ഒരവതരണമാണ്. അതേസമയം എങ്ങനെയാണ് നമ്മുടെ കാലഘട്ടത്തിലേക്ക് ഇതുപോലെയുള്ള ചിട്ടപ്പെടുത്തൽ പഞ്ചകന്യകളുടെ ചിട്ടപ്പെടുത്തലുകൾ പോകുന്നത് എന്ന് ആലോചിക്കാൻ നമുക്കത് ഒരു പക്ഷേ പ്രേരകമായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ കണ്ട 1-2 സന്ദർഭങ്ങൾ മാത്രം സൂചിപ്പിക്കാം. നമ്മൾ ആദ്യം കണ്ട അഹല്യ, ആ അഹല്യ ആശ്രമത്തിൽ പല ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് കഴിയുന്നു. അപ്പോൾ ഒരു മാൻകുട്ടി അഹല്യയുടെ അടുത്തെത്തുന്നു. ആ മാൻകുട്ടിയെ വളരെ വാത്സല്യത്തോടുകൂടി സ്നേഹത്തോടു കൂടിയും മാൻകുട്ടിയോട് ഇടപഴകുന്ന അഹല്യയെ നമ്മൾ കണ്ടു. പിന്നീട് ഗൗതമശാപത്തിലൂടെ ശിലയായി പോകുന്ന ഒരു അഹല്യയെ നമ്മൾ കാണുന്നുണ്ട്. ആ ശിലയായി പോകുന്ന ആ അഹല്യയുടെ അടുത്തേക്ക് വീണ്ടും ആ മാൻകുട്ടി തന്നെ ആവണം, അത് മറ്റൊരു മാൻകുട്ടിയാണോ എന്നറിയില്ല, എന്തായാലും ഒരു മാൻകുട്ടി എത്തുന്നു. ആ മാൻകുട്ടിയെ വാത്സല്യത്തോടുകൂടി കളിപ്പിക്കാനുള്ള ആ ശിലയായി ഉറഞ്ഞുപോയ ആ അഹല്യയുടെ ഒരു ശ്രമം, ആ ശ്രമം അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ ആ ഒരു നിസ്സഹായതയും അതിൻ്റെ ആ ഒരു ദയനീയതയും നമ്മുടെ മുൻപിലേക്ക് വരുന്നുണ്ട്. ഈ 2 സന്ദർഭങ്ങൾ തമ്മിലുള്ള
ഒരു സംഘർഷത്തെയാണ് ഒരു പക്ഷേ ആ സംഘർഷത്തിലൂടെയാണ് ഒരു പക്ഷേ നമ്മുടെ ഉള്ളിലേക്ക് ഉച്ചസ്ഥായിയിലുള്ള ചോദ്യങ്ങൾക്ക് പകരം വളരെ വളരെ ശാന്തമായും സൗമ്യമായും നമ്മെ വല്ലാതെ ഉലയ്ക്കുന്ന ചില ചോദ്യങ്ങൾ ചോദിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ ആ ഒരു സന്ദർഭം കൂടിയാട്ടത്തിൻ്റെ സാധാരണമായിട്ടുള്ള ചിട്ടകളെ ഒന്ന് മറികടക്കുന്നുണ്ടോ എന്ന് പോലും തോന്നുന്ന രീതിയിലാണ് ശിലയായി ഉറഞ്ഞുപോയ അഹല്യ അവരുടെ നിസ്സഹായതകളെ അവതരിപ്പിക്കാനും അല്ലെങ്കിൽ അവരുടെ അവസ്ഥയെ അവതരിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു ഭാഗം അവതരിപ്പിക്കുന്നത് ഒരുപക്ഷെ കൂടിയാട്ടത്തിൻ്റെ ചിട്ടകളിൽ സാധാരണ വ്യവസ്ഥാപിതമായ ചിട്ടകളിൽ നിന്നൊന്ന് തുളുമ്പിത്തെറിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ചില ഭാഗങ്ങളുണ്ട്. നമ്മൾ കേശാധിപത വർണ്ണന പലപ്പോഴും വളരെ വിപുലമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ശിലാരൂപത്തിൽ ഉറഞ്ഞു നിൽക്കുന്ന ഒരു അഹല്യ ഒരു കേശാധിപാതി വർണ്ണനയോ അല്ലെങ്കിൽ ഒരു വിശ്വരൂപ ദർശനമോ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു നിസ്സഹായതയിലേക്ക് നമ്മളെ എങ്ങനെയാണ് വലിച്ചിടുന്നത് എന്നുള്ള ഒരു ഭാഗമുണ്ട്. ഇത് ശരീരത്തിൻ്റെ വ്യത്യസ്ത സാധ്യതകളെ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മളത് കാണേണ്ടത്. ഇവിടെ നിന്നുകൊണ്ട് ഞാനതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം കോട്ടക്കൽ ശിവരാമനാശാൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു പ്രതിഭാധനായിട്ടുള്ള ഒരു കലാകാരൻ എങ്ങനെയാണ് തൻ്റെ പുരുഷ ശരീരത്തിൽ ഒരു സ്ത്രീയെ അവതരിപ്പിക്കുന്നത്, പുരുഷ ശരീരത്തോട് കോംപ്രമൈസ് ചെയ്യാതെ സ്ത്രീ ശരീരത്തെ അനുകരിച്ചുകൊണ്ട് സ്ത്രീ ശരീരത്തിലേക്ക് ഉള്ളിലേക്ക് അടിച്ചമർത്തപ്പെടാതെ പുരുഷ ശരീരത്തെ ദൃഢമായി സൂക്ഷിച്ചുകൊണ്ട് തന്നെ സ്ത്രീ ശരീരത്തെ നമുക്ക് കാട്ടിത്തന്നത്. ഈ രണ്ട് ശരീരങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെ എങ്ങനെയാണ് ആ മനുഷ്യൻ നമ്മുടെ മുമ്പിൽ സ്ഥാപിച്ചത് എന്ന് നിരന്തരമായി നമ്മൾ കണ്ടിട്ടുള്ള ഒരിടമാണിത്. അതങ്ങനെ അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതായിട്ടില്ല. ഈ ശരീരങ്ങൾ നടശരീരവും കഥാപാത്ര ശരീരവും തമ്മിലുള്ള സംഘർഷത്തെ ഏത് തരത്തിലാണ് പുതിയ കാലത്തെ കലാകാരികളും കലാകാരന്മാരും അവതരിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ചില സൂചനകൾ മാത്രമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം മറ്റൊരാൾ എന്നോട് ചോദിച്ചതുപോലെ മണ്ഡോദരിയെ ചിട്ടപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഏതാണ്ട് മുക്കാൽ ഭാഗവും നല്ലൊരു ഭാഗം രാവണനാണ് അരങ്ങിലെത്തുന്നത്. അതൊരു വലിയ കാര്യമാണ്. എങ്ങനെയാണ് രാവണൻ എന്ന് പറയുന്ന ഒരു ഉദ്ധത കഥാപാത്രത്തെ ഒരു സ്ത്രീ ശരീരത്തിന് അവതരിപ്പിക്കാൻ കഴിയുമ്പോൾ അത് ഒരു പുരുഷ കഥാപാത്രം അവതരിപ്പിക്കുന്നതിൽ നിന്ന് അതിൻ്റെ കരുത്തും അതിൻ്റെ ബലവും കുറഞ്ഞു പോകുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും ഉന്നയിക്കപ്പെടാറുണ്ട്. അത് ആ കരുത്ത് കുറഞ്ഞു പോകലോ കൂടുതലോ എന്നുള്ളതല്ല എന്നും അവതരണ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ നടശരീരത്തിൽ നിന്ന് കഥാപാത്ര ശരീരവും തമ്മിലുള്ള ഒരു സംഘർഷത്തെ എങ്ങനെയാണ് സ്ഥാപിക്കാൻ കഴിയുക. ഒരു പുരുഷൻ കഥാപാത്രം അവതരിപ്പിക്കുമ്പോൾ ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ആധുനിക കാലത്ത് ഞാൻ സമീപകാലത്ത് കണ്ട ഒരു അവതരണമുണ്ട്. വിക്രമോർവശീയത്തിൻ്റെ ഒരു ചിട്ടപ്പെടുത്തൽ പുതിയ യുവ നടനായിട്ടുള്ള സൂരജ് നമ്പ്യാർ അവതരിപ്പിച്ചതാണ്. ആ ചിട്ടപ്പെടുത്തൽ സൂരജ് തന്നെ ചിട്ടപ്പെടുത്തിയതാണ്. ആ ചിട്ടപ്പെടുത്തലിൽ ഞാൻ അത്ഭുതത്തോടു കൂടി കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ കാലത്തെ വളരെ ആധുനികമായൊരു ശരീരം കൂടിയാട്ടത്തിൻ്റെ ചിട്ടയെ മറികടക്കാതെ അതിനെ അതിലംഘിക്കാതെ തന്നെ വളരെ ആധുനികമായൊരു ശരീരം ആ ചിട്ടയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നതാണ് ഞാൻ കണ്ടത്. തീർച്ചയായിട്ടും ആ ഒരു സാധ്യതയിലൂടെ നമ്മുടെ വർത്തമാന കാലത്തെ എങ്ങനെയാണ് നമ്മുടെ ഇന്നലെ ആമുഖമായിട്ട് സംസാരിച്ചുകൊണ്ട് ശ്രീരാമേന്ദ്രൻ അതൊന്ന് പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. എങ്ങനെയാണ് നമ്മുടെ കാലം പ്രാചീനമായൊരു കലാഘടനയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല സൂചനകൾ ഒരുപക്ഷെ ഇതൊക്കെയാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. നമ്മൾ തന്നെ തീരുമാനിക്കാതെ നമ്മുടെ കാലം ഇതിനുള്ളിലേക്ക് ഇത് നമ്മുടെ കാലം അങ്ങനെ പ്രവേശിക്കുക മാത്രമല്ല, ഇവിടെ അവതരിപ്പിച്ച മറ്റൊരു കലാരൂപമാണെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ഈ വേദിയിൽ അവതരിപ്പിച്ച ഭൂതാവിഷ്ടഭൂമി എന്നൊരു നാടകമുണ്ട്. ഭൂതാവിഷ്ടഭൂമി എന്ന മായ തങ്ബർഗ് സംവിധാനം ചെയ്തൊരു നാടകമുണ്ട്. അതിൽ ഒരു സന്ദർഭത്തെക്കുറിച്ച് മാത്രം സൂചിപ്പിക്കാം. അഭിമന്യുവിൻ്റെ മരണം അർജുനെ അറിയിക്കാനായിട്ട് ഒരു ഭടൻ വരികയാണ്. സംവിധായകനായി അറിയപ്പെടുന്ന പ്രശസ്തനായിട്ടുള്ള നരിപ്പറ്റ രാജുവാണ് ആ ഭടനായിട്ട് അഭിനയിച്ചത്. ആ ഒരു മൊമെൻറ്റ് ആ ഭടൻ കയ്യിൽ പൊതിഞ്ഞു കിട്ടിയ ഒരു ചെറിയൊരു ഭാണ്ഡവുമായിട്ട് അർജുനൻ്റെ മുമ്പിലേക്ക് എത്തുകയും അത് അർജുനൻ്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു.
അർജുന തുറന്നു നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ കാലത്ത് കുട്ടികൾ കാലിൽ ധരിക്കുന്ന ഒരു ക്യാൻവാസ് 2 ചെരുപ്പുകളാണ്, 2 ക്യാൻവാസ് ഷൂകളാണ് തുറക്കുമ്പോൾ കാണുന്നത്. ഒരുപക്ഷെ ആ ദിവസം മുൻപിലിരുന്ന് കണ്ടിരുന്ന ആളുകളെ വല്ലാതെ ഞെട്ടിപ്പിച്ച ഒരു അനുഭവമായിട്ടാണ് ഈ ക്യാൻവാസ് ഷൂ അഭിമന്യുവിൻ്റെ മരണത്തെ അറിയിച്ചുകൊണ്ട് അർജുനൻ്റെ മുമ്പിൽ തുറക്കപ്പെടുന്നത്. ഒരുപക്ഷെ അത് കുരുക്ഷേത്ര യുദ്ധം മുതൽ നമ്മുടെ കാലത്ത് നമ്മുടെ ഏറ്റവും പുതിയ യുദ്ധങ്ങൾ വരെയുള്ള ആ യുദ്ധത്തിൻ്റെ ചരിത്രത്തെയാണ് അവർ ആ ഒരു ചെറിയ ബിംബത്തിലൂടെ ആ നാടകത്തിൻ്റെ ഘടനയ്ക്കുള്ളിലേക്ക് പ്രവേശിപ്പിച്ചത് എന്നെനിക്ക് തോന്നുന്നു. ഇത് ഇവിടെ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് മായ തങ്ബാഗിനോട് പറഞ്ഞു, ഇത് കൂടിയാട്ടത്തിൻ്റെ ചില സാധ്യതകളുള്ള ഒരു നാട്. മായ പറഞ്ഞത് ഇറ്റ്സ് കൂടിയാട്ടം ദിലീപൻസ്, കൂടിയാട്ടം. അത് നാടകമല്ല, കൂടിയാട്ടം തന്നെയാണ്. അത് വളരെ സീരിയസ് ആയിട്ട് മായ പറഞ്ഞതാണ്. അപ്പോൾ ഒരു പക്ഷേ ഒരു നാടക രൂപം മറ്റൊരു കലാരൂപമായിട്ട് അതിൻ്റെ ആത്മാവിനെ ഉള്ളിലെടുത്ത് അണിഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാൻ കഴിയും എന്നുള്ളൊരു സാധ്യത ഇത്തരം അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചകന്യകളെ അവതരിപ്പിക്കുമ്പോൾ വാചാലമായ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാതെ തന്നെ, ഞാൻ വളരെ സമീപകാലത്ത് ഇതൊരു കഥകളി ധാരാളമായിട്ട് അവതരിപ്പിക്കുന്നൊരു വേദി ആയതുകൊണ്ട് ഒരു കഥകളി ആചാര്യനോട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചൊരു കാര്യമാണ്, ഇന്ന് ഏറ്റവും കൂടുതൽ കഥകളി അരങ്ങത്ത് പഠിക്കാനെത്തുന്നവരും സ്ത്രീകളാണ് എന്ന് പറഞ്ഞപ്പോഴാണ്, സ്ത്രീകൾ ധാരാളമായിട്ട് കഥകളി പഠിക്കാനെത്തുന്നുണ്ട്, അരങ്ങിലേക്ക് എത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് ദുര്യോധനൻ അല്ലെങ്കിൽ രാവണൻ എന്നുള്ളൊരു കഥാപാത്രത്തെ അത് ചിലപ്പോൾ കുറച്ച് പ്രയാസം വരും. രാമൻകുട്ടി ആശാനൊക്കെ അവതരിപ്പിച്ച ആ ഒരു രാവണൻ്റെയൊക്കെ ഒരു കരുത്തും ശക്തിയും സ്ത്രീകൾക്ക് സാധ്യമാവുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പലപ്പോഴും ആ ചോദ്യത്തെ മറികടക്കുക എന്നുള്ളതാണ് പ്രശ്നം. ആ ചോദ്യത്തെ മറികടന്ന ഒരു മനുഷ്യൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഇത് പറയുമ്പോൾ നമ്മുടെ ഏത് സ്ത്രീ ശരീരത്തിന് ദുര്യോധനനെയും രാവണനെയും ഒക്കെ ആ ശരീരത്തിൻ്റെ സാധ്യതകൾക്ക് വെച്ചുകൊണ്ട് അവരുടെ ശരീരത്തിലേക്ക് ആവാഹിക്കാൻ കഴിയുമെന്നും അതിലൂടെ സംഭവിക്കുന്ന ഒരു സംഘർഷത്തിലൂടെ ഈ ഒരു ജെൻഡർ സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിഞ്ഞേക്കും. അതിലൂടെയാണ് ഒരു പക്ഷേ നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന ചില സമവാക്യങ്ങളെ നമ്മൾ അട്ടിമറിക്കേണ്ടത് എന്നും എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരുപക്ഷെ ഇതുപോലെയുള്ള പുതിയ ചിട്ടപ്പെടുത്തലുകൾ വലിയ ആഹ്വാനങ്ങളും വലിയ പ്രസ്താവനകളും വലിയ സന്ദേശങ്ങളും ഒന്നുമില്ലെങ്കിലും ഈ ശരീരങ്ങളുടെ സൂക്ഷ്മമായിട്ടുള്ള സാധ്യതകളെക്കുറിച്ചുള്ള ചില അനുഭവങ്ങൾ, ഈ സൂക്ഷ്മമായിട്ടുള്ള സാധ്യതകൾ അതിനുള്ളിലേക്ക് കടന്നു കയറുന്നതിൻ്റെ ഒരു രീതി, അല്ലെങ്കിൽ വ്യത്യസ്തമായ ശരീര സാധ്യതകൾ തമ്മിലുള്ള സംഘർഷങ്ങൾ, അത് 1-2 ശരീരങ്ങൾ മാത്രമല്ല നിരവധി ശരീര സാധ്യതകൾ തമ്മിലുള്ള സംഘർഷത്തെ ഈ കലാഘടനയ്ക്കുള്ളിൽ എങ്ങനെയാണ് നിലനിർത്തുന്നത് എന്നതിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മുടെ കലാബാഹ്യമായിട്ടുള്ള ചില സംഘർഷങ്ങൾ ഒരു സ്ത്രൈണ വ്യവഹാരമായിട്ട് കരുതാനാണ് എനിക്ക് താല്പര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സംഘർഷത്തിലേക്ക് ഇടപെടുന്ന സ്ത്രീ ശരീരങ്ങൾ ഒരിക്കലും അതിൽ നിന്ന് വിട്ടുപോകുന്നില്ല, പരാജിതരായാലും അതിൽ നിന്ന് വിട്ടുപോകുന്നില്ല. അതിൻ്റെ സന്ദേശം പിന്നേക്കായിട്ട് മാറ്റിവെച്ചുകൊണ്ട് അവരവിടെ നിലനിൽക്കുകയോ അവരവിടെ ഇല്ലാതാവുകയോ ആണ് ചെയ്യുന്നത്. വേദവതിയെ രാവണൻ നിന്ന് സ്പർശിക്കുമ്പോഴേക്കും ആ കണ്ണീരിൽ കത്തിയെരിയുന്ന ഒരു വേദവതി രാമായണത്തിലുണ്ട്. ആ വേദവതി പക്ഷേ സീതയെ അവശേഷിപ്പിച്ചുകൊണ്ടാണ്, സീത എന്ന ഒരു ശിശുവിനെ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ആ വേദവതിയുടെ കണ്ണീരിൽ കത്തിയെരിഞ്ഞു പോകുന്നത്. പിന്നീട് ആ സീതയാണ് ജനകരാജധാനിയിലെത്തുകയും രാവണൻ്റെ അന്തകനായിട്ട് മാറുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പരാജിതരാവുന്ന സ്ത്രീകളുടെ ശാപങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിഹാസങ്ങളിൽ ശാപങ്ങൾ ധാരാളമുണ്ട്. സ്ത്രീകൾ ശപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അതിനൊരു നിവൃത്തിയില്ല. സ്ത്രീകൾ ശപിച്ചു കഴിഞ്ഞാൽ ആ ശാപം നിലനിൽക്കുക തന്നെയാണ്. പുരുഷന്മാർ ശപിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു മുദ്രാമോതിരം ശാപമോചനത്തിനായിട്ട് വരും. ദുർവാസാവ് ശകുന്തളയെ ശപിച്ചു കഴിഞ്ഞാൽ ഒക്കെ ഒരു മുദ്രമോതിരം വരുമ്പോൾ നിങ്ങൾക്ക്
നിവൃത്തിയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഗൗതമൻ അഹല്യയെ ശപിച്ചു കഴിഞ്ഞാൽ ഒരു യുവാവ് നീ അദൃശ്യയായി പതിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു യുവാവ് കടന്നു വരുമ്പോൾ ശാപമോചനം സംഭവിക്കും എന്ന് പറയുന്നു. പക്ഷേ വേദവതിയുടെ ശാപത്തിനോ ഗാന്ധാരിയുടെ ശാപത്തിനോ പാഞ്ചാലി ഇങ്ങനെയുള്ള ശാപങ്ങൾക്ക് നിവൃത്തി അത് പരാജിതരാണെങ്കിലും ആ പരാജയത്തിൻ്റെ സന്ദേശങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് സ്ത്രീശാപങ്ങളൊക്കെ ഇതിഹാസങ്ങളിൽ നിലനിന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ പരാജിതരാവുന്നത് ഏറെക്കുറെ സ്ത്രീകളാണ്. സ്ത്രീകൾ പരാജിതരാവുക എന്ന് പറയുന്ന ഒരു കാര്യം സ്വയം ഏറ്റുവാങ്ങുന്നവരാണ് ഒരുപക്ഷെ നമ്മുടെ ആഖ്യാന സ്വരൂപങ്ങളിലെ സ്ത്രീകളൊക്കെ തന്നെ. പക്ഷേ ആ ഇതിഹാസങ്ങൾ നമ്മയൊക്കെ വേട്ടയാടിക്കൊണ്ട്, ആ ഇതിഹാസ കഥകൾ നമ്മയൊക്കെ വേട്ടയാടിക്കൊണ്ട്, ഇതുപോലെ പുതിയ ചിട്ടപ്പെടുത്തലുകൾക്ക് വഴങ്ങിക്കൊണ്ട്, പുരുഷ സാഹസികതകളെ, പുരുഷധാർഷ്ട്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് എന്നും നിലനിൽക്കാനുള്ള കാരണവും ഒരുപക്ഷെ അത് തന്നെയാവും എന്നെനിക്ക് തോന്നുന്നു. പരാജയപ്പെടുന്ന ഇതുപോലെയുള്ള, ഞാൻ കൂടുതലായിട്ട് പറയാനുള്ള പല ഭാഗങ്ങളും ഒരു പതർച്ച കൊണ്ട് നഷ്ടപ്പെട്ടു പോയോ എന്നെനിക്ക് സംശയമുണ്ട്. എങ്കിലും സിന്ധു ഏറെക്കുറെ തയ്യാറായിട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാൽമീകി രാമായണത്തിലെ സീതയെ വലിയൊരു നഷ്ടപ്പെട്ടുപോയ രാമന് തിരികെ കൊടുത്ത, സീതയെ നഷ്ടപ്പെട്ടു പോയ രാമന് സീതയെ തിരികെ കൊടുക്കാൻ നിമിത്തമായ ഒരാളായിട്ടാണ് ഞാൻ എപ്പോഴും താരയെ കാണാൻ ആഗ്രഹിക്കുന്നത്. സീതയുടെ വലിയ ചോദ്യങ്ങൾ, എനിക്ക് ഒരുപക്ഷെ ആശാൻ്റെ സീത ചിന്തയിലാണെങ്കിൽ പോലും വാചാലമായ ഒരു സീത വാൽമീകിയുടെ സീത തന്നെയാണോ എന്നെനിക്കെപ്പോഴും സംശയമുണ്ട്. വാൽമീകിയുടെ പിന്നാലെ വാൽമീകിയുടെ കാൽച്ചരണങ്ങൾ നോക്കി നടന്ന് രാജധാനിയിലെത്തി കാന്തനെ ഒന്ന് നോക്കി നിജദേഹം വെടിഞ്ഞാൾ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ബലം, ആ ഒരു കരുത്ത് ആ ചിന്തയുടെ വലിയ പ്രവാഹത്തിനും ഉണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സീത വളരെ നിശബ്ദമായിട്ട്, വളരെ ശാന്തമായിട്ടും സൗമ്യമായിട്ടും ആ പ്രതിഷേധങ്ങളെ അറിയിച്ചുകൊണ്ട്, രാമനെ നിരന്തരമായിട്ട് ആ പ്രതിഷേധങ്ങളെ അറിയിച്ചുകൊണ്ടാണ് സീത രാമനോടൊപ്പം പരാജിതയായിട്ട് രാമനോടൊപ്പം നിരന്തരം നടന്നത്. ആ പരാജിതയായിട്ടാണ് തിരിച്ച് അയോധ്യ രാജധാനിയിലേക്ക് കടക്കുന്നത്. രാജധാനിയിലേക്ക് കടക്കുന്ന ആ നിമിഷം തന്നെ സിംഹാസനത്തിൽ നിന്ന്, ശിവകാശിയിലെ കലണ്ടറുകളിലൊക്കെ രാമനോടൊപ്പം സീത ഇരിക്കുന്നത് വരച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. പട്ടാഭിഷേകം നടക്കുന്ന സമയത്ത് രാമനോടൊപ്പം സീത ഇരിക്കുന്നു, ഒരു ഭാഗത്ത് ഹനുമാൻ തൊഴുതു നിൽക്കുന്നു, പുറകിൽ ലക്ഷ്മണൻ നിൽക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് ചിത്രം. പക്ഷേ വാൽമീകി രാമായണത്തിൽ തൻ്റെ പുരോഹിതനെ ഒപ്പം ഇരുത്തി സിംഹാസനത്തിലിരിക്കുന്ന രാമനെയാണ്, സഹോദര അന്യതനായിട്ട് നിൽക്കുന്ന രാമനെയാണ് വാൽമീകി വരച്ചു വെച്ചത്. സീത അന്തഃപുരത്തിൽ എവിടെയോ നിശബ്ദമായിട്ട് അദൃശ്യയായിട്ട് മറഞ്ഞു പോകുന്നതോടുകൂടിയാണ് അയോധ്യയിലെ രാമരാജ്യം സ്ഥാപിക്കപ്പെടുന്നത്. രാമരാജ്യം സ്ഥാപിക്കപ്പെടുന്നത് സീത അദൃശ്യമാവുന്ന, സീതയുടെ ശബ്ദം നമ്മൾ കേൾക്കാത്ത പുരോഹിതനെ ഒപ്പമിരുത്തി സഹോദരാന്യതനായിട്ട് രാജ്യം ഭരിക്കുന്ന രാമൻ രാമൻ എന്ന ശബ്ദം മാത്രം നാട്ടിലെങ്ങും മുഴങ്ങുന്ന ഒരു സന്ദർഭത്തിലാണ്. പിന്നീട് രാമനെ തകർത്തുകൊണ്ടാണ് പിന്നീട് എനിക്ക് വനത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് സീത ഉദ്യാനത്തിലേക്ക് എത്തുന്നത്. അപ്പോഴേക്ക് കാലം ഒരുപാട് കഴിഞ്ഞു പോകുന്നുണ്ട്. അത്രത്തോളം ദീർഘമായ ഒരു അദൃശ്യത സീതയ്ക്ക് വീണ്ടും സംഭവിക്കുന്നുണ്ട്. ആ സീതയെ ദൃശ്യമാക്കുന്ന, അഹല്യയെ ദൃശ്യമാക്കിക്കൊണ്ടാണ് സീതയെ രാമൻ്റെ ഉള്ളിലേക്ക് അഹല്യ പ്രതിഷ്ഠിച്ചതെങ്കിൽ, അയോധ്യയുടെ ധർമ്മപദ്ധതിയിലേക്ക് നഷ്ടമായി തുടങ്ങിയ രാമനിലേക്ക് വീണ്ടും സീതയെ പ്രതിഷ്ഠിച്ചത് താരയാണ്. പിന്നീട് ഒരു താരയോ അഹല്യയോ ഇല്ലാതെ നഷ്ടമായിപ്പോയ ഒരു ജന്മമായിട്ട് സീത. പക്ഷേ അങ്ങനെ നഷ്ടമാവുമ്പോഴും രാമൻ്റെ സഞ്ചാരങ്ങളെ മുഴുവൻ തൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കുകയും രാമനെ ഒരു ശിലാബിംബമായിരിക്കാൻ അയോധ്യയിൽ ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ടാണ് സീത വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് എറിയപ്പെടുന്നത്.
അതുകൊണ്ട് തന്നെ രാമായണം എന്ന് പറയുന്ന രാമൻ്റെ സഞ്ചാരങ്ങളുടെ കാവ്യം വാൽമീകിക്ക് രചിക്കാൻ കഴിയുന്നത് സീത രാമൻ്റെ സഞ്ചാരങ്ങളെ തൻ്റെ ഉള്ളിൽ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കാട്ടിലേക്ക് എറിയപ്പെടുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാലത്തിലേക്ക് പ്രവഹിക്കുന്ന ഒരു സഞ്ചാരമായിട്ട് രാമൻ്റെ ആ ഒരു സഞ്ചാരത്തെ ഏറ്റെടുത്തത് സീതയാണ്. ആ സീതയിൽ നിന്ന് പകർത്തിയത് വാൽമീകിയും അത് നമുക്കായി രാമൻ്റെ മുമ്പിൽ നിന്ന് രാമനെ ഒരു ശ്രോതാവായി ഇരുത്തിക്കൊണ്ട് ചൊല്ലിക്കേൾപ്പിച്ചത് രാമൻ്റെ തന്നെ അംശങ്ങളായിട്ടുള്ള കുശലവന്മാരുമാണ്. അവിടെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദൃശ്യതയിലേക്ക് മങ്ങിമറിഞ്ഞു പോകുന്ന ഇതിഹാസ കഥകളിലെ സ്ത്രീകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇന്നും അദൃശ്യമാക്കപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ അദൃശ്യതയിലേക്ക് ഇത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ അധികാരത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകളെ അദൃശ്യതയിലേക്ക് മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന മനുഷ്യരുടെ ഒരു കാലത്ത് അങ്ങനെ അദൃശ്യമാക്കപ്പെടാതെ നിശബ്ദമായി പരാജയപ്പെടുമ്പോഴും നമുക്കായി ചില സന്ദേശങ്ങൾ മാറ്റിവെക്കുന്ന ആ ഒരു സ്ത്രീ സമൂഹത്തിൻ്റെ മുൻപിൽ ഈ പറഞ്ഞ കുറച്ച് വാക്കുകൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.